നമസ്കാരം STV ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ബാർക്കോഴ വിവാദത്തിൽ ആരോപണ വിധേയരായ മന്ത്രിമാരുടെ രാജി ആവശ്യപ്പെട്ട് പാലക്കാട് കളക്ടറേറ്റിലേക്ക് യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ചിൽ സംഘർഷം. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. സമരത്തിനിടെ വനിതാ പ്രവർത്തകയെ പുരുഷ പോലീസ് അസഭ്യം പറഞ്ഞതായി പരാതി. പോലീസ് സേനയ്ക്ക് അപമാനമായവർക്കെതിരെ നടപടിയുണ്ടായില്ലെങ്കിൽ കോടതിയെ സമീപിക്കുമെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ. പകർച്ചവ്യാധികൾ പടരുന്ന ഓങ്ങല്ലൂരിൽ അതീവ ജാഗ്രതയോടെ ആരോഗ്യവകുപ്പ്. ജില്ലാ മെഡിക്കൽ ഓഫീസറുടെ നേതൃത്വത്തിൽ പഞ്ചായത്തിൽ പ്രത്യേക യോഗം ചേർന്നു. സ്ക്രാപ്പ് ഉൾപ്പെടെ മാലിന്യ സംസ്കരണം ശാസ്ത്രീയമായി നടപ്പാക്കാൻ DMOയുടെ നിർദ്ദേശം. ഡെങ്കിപ്പനി പടരാതിരിക്കാൻ കൊതുക് നശീകരണം കാര്യക്ഷമമാക്കും. തൃശൂർ പടിഞ്ഞാറേക്കോട്ടയിലെ പ്രോട്ടീൻ മാളിൽ പോലീസിന്റെയും ഡ്രഗ്സ് കൺട്രോൾ വിഭാഗത്തിന്റെയും സംയുക്ത റെയ്ഡ്. രക്തസമ്മർദ്ദം വർദ്ധിപ്പിക്കാനുള്ള മരുന്ന് ലൈസൻസ് ഇല്ലാതെ വിൽപ്പന നടത്തിയതായി കണ്ടെത്തി. പിടികൂടിയത് മെഫെൻഡ്രാമിൻ സൾഫേറ്റ് ഇഞ്ചക്ഷൻ. പരിശോധന സിറ്റി പോലീസ് കമ്മീഷണറുടെ നിർദ്ദേശപ്രകാരം. രാജ്യത്തിന്റെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ വിദ്യാർത്ഥികൾക്ക് വലിയ പങ്ക് വഹിക്കാനുണ്ടെന്ന് നിയമസഭാ ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ. വിദ്യാർത്ഥികൾക്ക് പ്രോത്സാഹനം നൽകേണ്ടത് സമൂഹത്തിന്റെ കടമ. മണ്ണൂരിൽ AIYF, AISF പഞ്ചായത്ത് കമ്മിറ്റികളുടെ അനുമോദന സദസ്സ്. പൊതുവിദ്യാഭ്യാസ മേഖല രാഷ്ട്രീയവൽക്കരിക്കുന്ന സർക്കാർ നടപടി ദുരന്തമാകുമെന്ന് KPCC സെക്രട്ടറി P. ഹരിഗോവിന്ദൻ. പൊതുവിദ്യാഭ്യാസ മേഖല കരുത്താർജിച്ചത് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത്. DPEP ഉൾപ്പെടെയുള്ള പരിഷ്കാരങ്ങളിലൂടെ ഇടതുപക്ഷം തകർത്ത പൊതുവിദ്യാഭ്യാസ മേഖലയ്ക്ക് അന്ന് പൊതുജീവൻ നൽകിയെന്നും P. ഹരിഗോവിന്ദൻ. താൽക്കാലിക അധ്യാപക നിയമന അട്ടിമറി ആരോപിച്ച് പാലക്കാട്ട് ദളിത് കോൺഗ്രസ് ധർണ. മതസ്പർദ്ധ സൃഷ്ടിക്കുന്ന സന്ദേശം സമൂഹമാധ്യമത്തിൽ പങ്കുവച്ച BJP നേതാവ് കുന്നംകുളത്ത് അറസ്റ്റിൽ. അറസ്റ്റിലായത് BJP കാട്ടക്കാമ്പൽ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ബൈജു. ആളൂർ പെരുമണ്ണിൽ പാതയോരത്ത് കണ്ടെത്തിയ കഞ്ചാവ് ചെടികൾ എക്സൈസ് അധികൃതർ കസ്റ്റഡിയിലെടുത്തു. ചെടികൾ വിത്ത് മുളപ്പിച്ച് വളർത്തിയതാണെന്ന് സംശയിക്കുന്നതായി എക്സൈസ്. കാലവർഷം നേരത്തെ എത്തുമെന്ന കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം ശരിവെച്ച് പരക്കെ മഴ. തെക്കു പടിഞ്ഞാറൻ കാലവർഷം ശക്തമാകുമെന്ന മുന്നറിയിപ്പ്. ജൂൺ 2 വരെ കനത്ത മഴയെന്ന കാലാവസ്ഥാ വിദഗ്ധർ. മഴ നേരത്തെ എത്തിയത് കാർഷിക മേഖലയുടെ ചലനം വേഗത്തിലാക്കും. വാർത്തകൾ വിശദമായി. ബാർക്കോഴ വിവാദത്തിൽ മന്ത്രിമാരായ MB രാജേഷും മുഹമ്മദ് റിയാസും രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് പാലക്കാട് കളക്ടറേറ്റിലേക്ക് യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ചിൽ സംഘർഷം. പോലീസ് ജലപീരങ്കി ഉപയോഗിച്ചിട്ടും പ്രവർത്തകർ പിരിഞ്ഞുപോകാൻ തയ്യാറായില്ല. ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്യാൻ പോലീസ് ശ്രമിച്ചതും വനിതാ പ്രവർത്തകയെ പോലീസ് അസഭ്യം പറഞ്ഞതും സംഘർഷം രൂക്ഷമാക്കി. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഉദ്ഘാടന പ്രസംഗത്തിന് പിറകെയാണ് സമരം സംഘർഷത്തിലേക്ക് നീങ്ങിയത്. പ്രവർത്തകർ ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ചതാണ് സംഘർഷത്തിൽ കലാശിച്ചത്. പോലീസിന്റെ പ്രതിരോധത്തെ പ്രവർത്തകർ ചെറുത്തുനിന്നതോടെ ജലപീരങ്കി പ്രയോഗിച്ചു. എന്നാൽ പ്രവർത്തകർ പിരിഞ്ഞുപോകാൻ തയ്യാറായില്ല. തുടർന്ന് ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്ത് നീക്കാൻ ശ്രമിച്ചതും വനിതാ പ്രവർത്തകയെ പോലീസ് അസഭ്യം പറഞ്ഞതും രൂക്ഷമായ സംഘർഷത്തിനിടയാക്കി. മുഴുവൻ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെയും അറസ്റ്റ് ചെയ്തതിന് ശേഷമാണ് സമരം അവസാനിപ്പിച്ചത്. പള്ളിക്കൂടം പണിയണമെന്ന മുദ്രാവാക്യവുമായി അധികാരത്തിലേറിയ ഇടതു സർക്കാർ വിദ്യാലയമൊഴികെ മറ്റ് എല്ലായിടങ്ങളിലും മദ്യം നൽകാനുള്ള നീക്കത്തിലാണെന്ന് സമരം ഉദ്ഘാടനം ചെയ്ത യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ ആക്ഷേപിച്ചു. മന്ത്രി അറിയാതെയാണ് ഉദ്യോഗസ്ഥർ ബാർ ഉടമകളുമായി ചർച്ച നടത്തിയതെങ്കിൽ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കാത്തത് എന്തുകൊണ്ടാണെന്നും രാഹുൽ ചോദിച്ചു. KM മാണിക്കെതിരെ ഇല്ലാത്ത ബാർ അഴിമതി കഥ പറഞ്ഞാണ് LDF അധികാരത്തിലേറിയത്. ഇല്ലാത്ത ആരോപണത്തിന്റെ പേരിൽ ജീവിതാവസാനം വരെ ക്രൂശിക്കപ്പെട്ട KM മാണിയുടെ അവസ്ഥ മകൻ ജോസ് K മാണി മറന്നാലും ഐക്യജനാധിപത്യ മുന്നണി മറക്കില്ലെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു. 2014 ആണ്ടിൽ 29 ബാറുകളായിരുന്നത് ഇന്ന് കേരളത്തിന്റെ ചരിത്രത്തിൽ 957 മുതൽ 2014 വരെയുള്ള ആകെ ബാറുകളുടെ എണ്ണത്തേക്കാൾ 2000% വർദ്ധിപ്പിച്ച 29 ബാറുകൾ എന്നത് ഇന്ന് 802 ബാറുകളായി വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. ഞങ്ങൾ തുറക്കുന്നത് ബാറുകളല്ല സ്കൂളുകളാണ് എന്ന് പറഞ്ഞിട്ട് ഇന്ന് സർക്കാർ സ്കൂളുകൾ ഒഴികെ ബാക്കി എല്ലാ കേന്ദ്രങ്ങളിലൂടെയും മദ്യവിപണനത്തിന് വേണ്ടിയിട്ടാണ് ഈ സർക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അത് കൂടാതെയാണ് ഏറ്റവും ഒടുവിൽ
ഈ മദ്യനയവുമായി ബന്ധപ്പെട്ട അഴിമതി പുറത്തേക്ക് വരുന്നത്. ഇടുക്കിയിലെ ബാറൂട്ട് മുതലാളിമാരുടെ അസോസിയേഷൻ ഗ്രൂപ്പിനകത്ത് ഇടുക്കി ജില്ലയുടെ അധ്യക്ഷനായ ശ്രീ അജിമോൻ നടത്തിയിരിക്കുന്ന ഒരു വോയിസ് പരാമർശമുണ്ട്. യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് KS ജയഘോഷ് അധ്യക്ഷത വഹിച്ചു. വിനോദ് ചറാട്, ഗിരീഷ് ഗുപ്ത, ഷഫീഖ്, അരുൺകുമാർ പാലക്കുറിശി, രതീഷ് പുതുശ്ശേരി, OK ഫാറൂഖ്, C വിഷ്ണു, AK ഷാനിബ് എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. യൂത്ത് കോൺഗ്രസ് വനിതാ പ്രവർത്തകയെ അസഭ്യം പറഞ്ഞ പുരുഷ പോലീസിനെതിരെ നടപടിയുണ്ടായില്ലെങ്കിൽ നിയമപരമായി നേരിടുമെന്ന യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ. പ്രകോപനമില്ലാതിരുന്ന സമരത്തിൽ പ്രശ്നം സൃഷ്ടിച്ചത് പോലീസാണെന്നും രാഹുൽ പറഞ്ഞു. സമരവുമായി ബന്ധപ്പെട്ട് പോലീസ് നടപടികൾക്ക് യൂത്ത് കോൺഗ്രസ് എതിരല്ല. എന്നിട്ടും പോലീസ് മനഃപൂർവ്വം പ്രശ്നം സൃഷ്ടിച്ചു. വനിതാ പോലീസ് നോക്കി നിൽക്കെയാണ് പുരുഷ പോലീസ് യൂത്ത് കോൺഗ്രസ് വനിതാ പ്രവർത്തകയെ അസഭ്യം പറഞ്ഞത്. പോലീസിന്റെ പെരുമാറ്റ ദൂഷ്യത്തെക്കുറിച്ച് കോടതിയിൽ നിന്ന് നിരന്തരം വിമർശനമുണ്ടാകുമ്പോഴാണ് ഇത്തരം മാന്യതയില്ലാത്ത സമീപനങ്ങൾ. ലാത്തിവീശൽ കൊണ്ടോ ജലപീരങ്കി കൊണ്ടോ തകരുന്നതല്ല യൂത്ത് കോൺഗ്രസിന്റെ സമരവീര്യമെന്നും സമരം ശക്തമായി തന്നെ തുടരുമെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു. സാമ്പിൾ മാത്രമാണ്. മഴക്കെടുതിയിൽ ജനങ്ങൾ ബുദ്ധിമുട്ടുന്ന സമയത്ത് ഞങ്ങൾ അവർക്കൊപ്പം ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിലുണ്ട്. പക്ഷേ സമരം ചെയ്യാതിരിക്കാൻ ഈ കാട്ടുകൊള്ളക്കാരുടെ സർക്കാർ അനുവദിക്കാത്തത് കൊണ്ട് ഈ സമരം തുടരുക തന്നെ ചെയ്യും. ശ്രീ MP രാജേഷ് എന്ന എക്സൈസ് വകുപ്പ് മന്ത്രിയെ വെറും തൃത്താല MLA മാത്രമാക്കി ഈ സമരം കഴിയുമ്പോൾ ഞങ്ങൾ പറഞ്ഞയക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ആ തൃത്താല MLA എന്ന പദവിയും 2026 ആണ്ടിൽ ഈ നാട്ടിലെ സാധാരണ ജനങ്ങൾ തിരിച്ചെടുക്കുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ സമരത്തിന് നേതൃത്വം നൽകിയ ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പകർച്ചവ്യാധി രോഗങ്ങൾ പകർന്നു പിടിക്കുന്ന സാഹചര്യത്തിൽ DMOയുടെ നേതൃത്വത്തിൽ ഓങ്ങല്ലൂർ പഞ്ചായത്തിൽ പ്രത്യേക യോഗം ചേർന്നു. സ്ക്രാപ്പ് ഉൾപ്പെടെയുള്ള മാലിന്യ സംസ്കരണം ശാസ്ത്രീയമായ രീതിയിൽ നടപ്പാക്കാൻ DMO ഡോക്ടർ വിദ്യ നിർദ്ദേശിച്ചു. വെള്ളം കെട്ടിനിൽക്കുന്നത് ഒഴിവാക്കാനും ഡെങ്കിപ്പനി പടരാതിരിക്കാൻ കൊതുക് നശീകരണം നിർബന്ധമായും നടത്താനും DMO കർശന നിർദ്ദേശം നൽകി. പകർച്ചവ്യാധി രോഗങ്ങളായ ഡെങ്കിപ്പനി, മഞ്ഞപ്പിത്തം പടർന്നുപിടിക്കുന്ന സാഹചര്യം കണക്കിലെടുത്തും മുൻകരുതലുകൾ അത്യാവശ്യമായ സാഹചര്യത്തിലുമാണ് ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്തിൽ DMO ഡോക്ടർ വിദ്യയുടെ നേതൃത്വത്തിൽ യോഗം ചേർന്നത്. സ്ക്രാപ്പ് ഉൾപ്പെടെയുള്ള മാലിന്യ സംസ്കരണം ശാസ്ത്രീയമായ രീതിയിൽ നടപ്പാക്കണമെന്ന് DMO കർശന നിർദ്ദേശം നൽകി. അപ്പോൾ ഇത് അശാസ്ത്രീയമായിട്ട് ഈ പറയുന്ന വസ്തുക്കൾ കൂട്ടിയിട്ട് അതിൽ കൊതുകുകൾ പെരുകുകയും പിന്നെ അല്ലാതെയുള്ള ഹെപ്പറ്റൈറ്റിസും മറ്റുള്ള രോഗങ്ങൾ ഉണ്ടാവുന്നതും ഒക്കെ നമുക്ക് തടയണം. അപ്പോൾ ഇത് മഴക്കാലത്തിന് മുന്നോടിയായിട്ട് നമ്മുടെ ജില്ലയിൽ ഇന്റർസെക്ടൽ മീറ്റിംഗ്, അതായത് മറ്റുള്ള ഡിപ്പാർട്ട്മെൻറ്റ്സിൻ്റെ മീറ്റിംഗ് വിളിച്ചിട്ടുണ്ടായിരുന്നു മഴക്കാലത്തിന് മുന്നോടിയായിട്ട്. അപ്പം അതിൽ നമ്മുടെ ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടറാണ് പറഞ്ഞത്, ഇപ്പോൾ ഇത്രയും വർഷം നമ്മൾ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് മാത്രമായിട്ടാണ് ഇതിന് ഇറങ്ങി പുറപ്പെട്ടിട്ട് ഈ ഒരു കാര്യത്തിന് പുറപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അപ്പം നിങ്ങൾക്ക് എങ്ങനെ ഈ ഒരു ഇത് ശാസ്ത്രീയമായിട്ട് എങ്ങനെ ഇതൊക്കെ ഈ മാലിന്യങ്ങൾ സംസ്കരിക്കാം എന്നതിനെക്കുറിച്ച് പറഞ്ഞു തരാനാണ് വന്നിട്ടുള്ളത്. സ്ക്രാപ്പ് കൂട്ടിയിട്ട ഭാഗങ്ങളിൽ വെള്ളം കെട്ടിനിൽക്കാനുള്ള സാഹചര്യം ഒഴിവാക്കണമെന്ന് DMO നിർദ്ദേശം നൽകി. വെള്ളം കെട്ടിനിൽക്കുന്നത് മൂലം കൊതുക് വളർന്ന് ഡെങ്കിപ്പനി റിപ്പോർട്ട് ചെയ്ത മുൻവർഷത്തെ അനുഭവത്തിന്റെ പശ്ചാത്തലത്തിൽ കൂടിയായിരുന്നു DMO ഇത്തരം നിർദ്ദേശം നൽകിയത്. മരുന്നും മെഷീനും അനുവദിക്കുകയാണെങ്കിൽ കൊതുക് നശീകരണം തങ്ങൾ തന്നെ നടത്താമെന്ന് യോഗത്തിൽ പങ്കെടുത്ത KSMA ഭാരവാഹികൾ പറഞ്ഞു. കൊതുക് നശീകരണം നിർബന്ധമായും നടത്തണമെന്നും ജാഗ്രത പാലിക്കണമെന്നും DMO യോഗത്തിൽ അറിയിച്ചു. വാർഡുകൾ തോറും ശുചീകരണ പ്രവർത്തനങ്ങൾ നടപ്പാക്കാനും തീരുമാനമായി. യോഗത്തിൽ ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രതി ഗോപാലകൃഷ്ണൻ അധ്യക്ഷയായി. വൈസ് പ്രസിഡന്റ് TP രജീഷ്, ശുചിത്വ മിഷൻ ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ G വരുൺ, പഞ്ചായത്ത് ജോയിന്റ് ഡയറക്ടർ MK ഉഷ, സെക്രട്ടറി P അജയകുമാർ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് K ബിനുമോൾ, KT ഹരിപ്രകാശ്, CT രാമൻകുട്ടി തുടങ്ങിയവർക്ക് പുറമെ ജനപ്രതിനിധികൾ, സ്ക്രാപ്പ് ഭാരവാഹികൾ, ആരോഗ്യ പ്രവർത്തകർ എന്നിവരും യോഗത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, വട്ടാമ്പി. പെയ്തു തിമർത്ത് കാലവർഷം. കടുത്ത വേനലിന് പൂർണ്ണമായും വിരാമമിട്ട് സംസ്ഥാനത്ത് കാലവർഷമെത്തി. കഴിഞ്ഞ തവണത്തേക്കാൾ നേരത്തെയാണ് ഇത്തവണ സംസ്ഥാനത്ത് തെക്കു പടിഞ്ഞാറൻ കാലവർഷം എത്തുന്നത്. മാസങ്ങളോളം നീണ്ടുനിന്ന കടുത്ത ചൂടോർമ്മകളെ വിസ്മൃതിയിലാഴ്ത്തി സംസ്ഥാനത്ത് കാലവർഷമെത്തി. വ്യാഴാഴ്ച കാലവർഷമെത്തുമെന്ന കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം ശരിവെക്കുന്ന തരത്തിൽ സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ ഉച്ചയ്ക്ക് ശേഷം മഴ ശക്തമായി. വയനാട്, കണ്ണൂർ, കാസർഗോഡ് ഒഴികെയുള്ള 11 ജില്ലകളിൽ വ്യാഴാഴ്ച മഴ ശക്തമാകുമെന്നായിരുന്നു കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം.
സംസ്ഥാനത്തിന്റെ തെക്കൻ മധ്യമേഖലകളിൽ ഇന്നലെയും കനത്ത മഴ തുടർന്നിരുന്നു. സംസ്ഥാനത്താകെ ജൂൺ 2 വരെ മഴ ശക്തമാകുമെന്നും കാലാവസ്ഥാ വകുപ്പ് വ്യക്തമാക്കി. ശക്തമായ മഴയുടെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്തുടനീളം അതീവ ജാഗ്രതാ നിർദ്ദേശമാണ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി പ്രഖ്യാപിച്ചിരിക്കുന്നത്. പാലക്കാട് ഉൾപ്പെടെ 11ഓളം ജില്ലകളിൽ വ്യാഴാഴ്ച യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് STV. തൃശൂർ പടിഞ്ഞാറേക്കോട്ടയിലെ പ്രോട്ടീൻ മാളിൽ പോലീസിന്റെയും ഡ്രഗ്സ് കൺട്രോൾ വിഭാഗത്തിന്റെയും സംയുക്ത റെയ്ഡ്. രക്തസമ്മർദ്ദം വർദ്ധിപ്പിക്കാനുള്ള മരുന്ന് ലൈസൻസ് ഇല്ലാതെ വിൽപ്പന നടത്തിയതായി കണ്ടെത്തി. മെഫെൻഡ്രാമിൻ സൾഫേറ്റ് ഇഞ്ചക്ഷനാണ് പിടികൂടിയത്. ഡോക്ടറുടെ കുറിപ്പോടെ മെഡിക്കൽ ഷോപ്പിൽ മാത്രം വിൽക്കേണ്ട മരുന്നാണിത്. തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ അങ്കിത് അശോകന്റെ നിർദ്ദേശപ്രകാരമായിരുന്നു പരിശോധന. വിവാദങ്ങൾക്ക് വിട. പെരിങ്ങോട്ടുകുറിശി സഹകരണ ബാങ്കിന് പുതിയ പ്രസിഡന്റ്. സഹകരണ ബാങ്കിന്റെ പുതിയ പ്രസിഡന്റായി ആയക്കുറിശി മോഹൻദാസിനെ തിരഞ്ഞെടുത്തു. അവിശ്വാസം നേരിട്ട ബാങ്ക് പ്രസിഡന്റ് വി രവീന്ദ്രൻ ബുധനാഴ്ച രാജിവെച്ചിരുന്നു. പെരിങ്ങോട്ടുകുറിശി സഹകരണ ബാങ്ക് പ്രസിഡന്റായിരുന്ന വി രവീന്ദ്രനെതിരെയുള്ള അവിശ്വാസ പ്രമേയ നോട്ടീസ് വ്യാഴാഴ്ച ചർച്ചയ്ക്കെടുക്കാനിരിക്കെ ബുധനാഴ്ച തന്നെ വി രവീന്ദ്രൻ സഹകരണ ബാങ്ക് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് രാജിവെച്ചിരുന്നു. 11 അംഗ പെരിങ്ങോട്ടുകുറിശി സഹകരണ ബാങ്ക് സമിതിയിൽ രാജിവെച്ച പ്രസിഡന്റ് രവീന്ദ്രനും ഒപ്പമുള്ള കൃഷ്ണൻകുട്ടി, രാമചന്ദ്രൻ എന്നിവരും അവിശ്വാസ പ്രമേയ വോട്ടെടുപ്പിൽ പങ്കെടുത്തില്ല. ബാക്കിയുള്ള 8 പേരും മോഹൻദാസിനെ പ്രസിഡന്റാക്കുന്നതിന് അനുകൂലമായി വോട്ട് ചെയ്തതോടെയാണ് പുതിയ ബാങ്ക് പ്രസിഡന്റായി ആയക്കുറിശി M. മോഹൻദാസിനെ തിരഞ്ഞെടുത്തത്. AV ഗോപിനാഥിന്റെ സമ്മർദ്ദതന്ത്രമാണ് രാജിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചതെന്ന് പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചയുടൻ പാലക്കാട് നടത്തിയ വാർത്താസമ്മേളനത്തിൽ വി രവീന്ദ്രൻ ആരോപിച്ചിരുന്നു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. ഇസ്ലാം മതത്തെ അപമാനിക്കുന്ന സന്ദേശം ഫേസ്ബുക്കിൽ പങ്കുവച്ച BJP നേതാവ് കുന്നംകുളത്ത് അറസ്റ്റിൽ. BJP കാട്ടക്കാമ്പൽ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ബൈജുവിനെയാണ് കുന്നംകുളം സ്റ്റേഷൻ ഹൌസ് ഓഫീസർ UK ഷാജഹാന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. ബൈജു വേലായുധൻ എന്ന ഫേസ്ബുക്ക് അക്കൗണ്ടിൽ നിന്ന് ഇസ്ലാം മതത്തെയും പ്രവാചകൻ മുഹമ്മദ് നബിയെയും ഉൾപ്പെടെ മറ്റ് മതപണ്ഡിതരെയും അപമാനിക്കുന്ന തരത്തിൽ പ്രചരണം നടത്തിയിരുന്നു. വിശ്വാസത്തെ വ്രണപ്പെടുത്തുന്ന രീതിയിൽ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത് മതസ്പർദ്ധയുണ്ടാക്കുന്ന പ്രവർത്തനം നടത്തിയതിനാണ് ബൈജുവിനെ കുന്നംകുളം സ്റ്റേഷൻ ഹൌസ് ഓഫീസർ UK ഷാജഹാന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. കരിക്കാട് സ്വദേശി താഴത്തേതിൽ വീട്ടിൽ റാഫിയുടെ പരാതിയിലാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. വൈദ്യപരിശോധനയ്ക്ക് ശേഷം പ്രതിയെ കോടതിയിൽ ഹാജരാക്കി. ന്യൂസ് ബ്യൂറോ, തൃശൂർ. രാജ്യത്തിന്റെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ മുഖ്യ പങ്കുവഹിക്കുന്നവർ വിദ്യാർത്ഥികളാണെന്ന് കേരള നിയമസഭാ ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ. AIYF, AISF മണ്ണൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ മണ്ണൂർ ഗ്രാമപഞ്ചായത്തിൽ സംഘടിപ്പിച്ച അനുമോദന സദസ്സ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പണ്ഡിറ്റ് നെഹ്റു ഉദ്ഘാടനം ചെയ്ത പ്രസ്ഥാനമാണ് കഴിയുക. വിദ്യാർത്ഥികൾ രാജ്യത്തിന്റെ ഭാവി എങ്ങനെയായിരിക്കണമെന്ന് നിശ്ചയിക്കപ്പെട്ടതാണ്. ഈ രാജ്യത്തെ ജനസംഖ്യ ഏതാണ്ട് 60-65% ചെറുപ്പക്കാരാണ്. ആ ചെറുപ്പക്കാരാണ് രാജ്യത്തിന്റെ ഭാവി പാതയെ നിർണ്ണയിക്കുന്നത്. SSLC+2 പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ, CPI ജില്ലാ സെക്രട്ടറി KP സുരേഷ് രാജ് എന്നിവർ ചേർന്ന് ഉപഹാരങ്ങൾ നൽകി. ചടങ്ങിൽ CPI മണ്ണൂർ ലോക്കൽ സെക്രട്ടറി തങ്കപ്പൻ അധ്യക്ഷനായി. CPI ജില്ലാ സെക്രട്ടറി KP സുരേഷ് രാജ്, AISF സംസ്ഥാന സെക്രട്ടറി P. കബീർ, CPI മണ്ഡലം സെക്രട്ടറി മുരളി താരേക്കാട്, AISF ജില്ലാ സെക്രട്ടറി ഷിനാസ്, CPI ജില്ലാ കൗൺസിൽ അംഗം KV ബാബു, പാർട്ടി മണ്ഡലം കമ്മിറ്റി അംഗം M. ജയകൃഷ്ണൻ, പഞ്ചായത്ത് സെക്രട്ടറി ശ്രീജിത്ത്, AISF മണ്ഡലം സെക്രട്ടറി അമീൻ ഷൗക്കത്ത് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. പൊതുവിദ്യാഭ്യാസ മേഖല രാഷ്ട്രീയവൽക്കരിക്കുന്ന സർക്കാർ നടപടി ദുരന്തമാകുമെന്ന് KPCC സെക്രട്ടറി P. ഹരിഗോവിന്ദൻ. PTA മുഖേനയുള്ള താൽക്കാലിക അധ്യാപന നിയമന അട്ടിമറിക്കെതിരെ പാലക്കാട് കലക്ടറേറ്റിന് മുന്നിൽ ദളിത് കോൺഗ്രസ് നടത്തിയ ധർണയിൽ മുഖ്യപ്രഭാഷണം നടത്തുകയായിരുന്നു P. ഹരിഗോവിന്ദൻ. പൊതുവിദ്യാഭ്യാസ മേഖല ശക്തിപ്പെടുത്തിയത് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്താണെന്ന് P. ഹരിഗോവിന്ദൻ ചൂണ്ടിക്കാട്ടി. DPEP ഉൾപ്പെടെയുള്ള പരിഷ്കാരങ്ങൾ മൂലം തകർന്ന വിദ്യാഭ്യാസ മേഖലയ്ക്ക് പുതുജീവൻ നൽകിയത് ഉമ്മൻചാണ്ടിയുടെ ഭരണകാലത്താണ്.
വിദ്യാഭ്യാസം കാര്യക്ഷമമാക്കാനായി അധ്യാപക വിദ്യാർത്ഥി അനുപാതം 30:1 പരീക്ഷകൾ തിരികെ കൊണ്ടുവന്നതും ഉമ്മൻചാണ്ടി സർക്കാരാണ്. ഇന്ന് അധ്യാപക നിയമനങ്ങൾ പാർട്ടിവൽക്കരിക്കുകയാണ്. സംവരണ തത്വം അട്ടിമറിച്ചാണ് നടപടികൾ. വിദ്യാഭ്യാസ മേഖലയും രാഷ്ട്രീയവൽക്കരിച്ച് കൊള്ള നടത്തുകയാണ് ഇടതു സർക്കാരെന്നും ഹരിഗോവിന്ദൻ ആരോപിച്ചു. അവിടെ ഒരു മാനദണ്ഡവുമില്ല. മാനദണ്ഡങ്ങൾ ഉണ്ടാക്കുക. എനിക്ക് തന്നെ പലപ്പോഴും അനുഭവമുണ്ട്. ഞാൻ തന്നെ പല കാര്യങ്ങളിൽ ഇടപെട്ടപ്പോൾ അതിനൊക്കെ മറികടന്നുകൊണ്ട് പാർട്ടി പറയുന്നവരെ വയ്ക്കുന്ന പിൻവാതിൽ നിയമനങ്ങൾ വളരെ സുഗമമായി ഈ വിദ്യാലയങ്ങളിൽ നടക്കുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അർഹതപ്പെട്ട മുഴുവൻ പോസ്റ്റിലേക്കും ആളെ വയ്ക്കുന്നില്ല. കഴിഞ്ഞ ഒരു വർഷത്തെ സ്റ്റാറ്റിക് സെഷൻ അധ്യാപക തസ്തിക നിർണയം ഇനിയും നടന്നിട്ടില്ല. അപ്പൊ അധ്യാപക തസ്തിക നിർണയം നടന്നാൽ കൂടുതൽ തസ്തികകൾ ഉണ്ടാവും. ആ തസ്തികകൾ ഉണ്ടായാൽ ആ ഇവർ പറഞ്ഞ കുട്ടികൾ കൂടുതൽ വരുന്നു എന്നാണല്ലോ പറയുന്നത്. ഈ സർക്കാരിന്റെ ഭാഗമായി കുട്ടികൾ കൂടുതലായി സ്കൂളിലേക്ക് വരുന്നു. എപ്പോഴാണ് കുട്ടികൾ സ്കൂളിലേക്ക് കൂടുതൽ വരാൻ തുടങ്ങിയത്? നമുക്ക് ഓർമ്മയുണ്ടല്ലോ, DPP കാലഘട്ടം മുതൽ ഈ പാഠ്യപദ്ധതിയും പാഠപുസ്തകവും പരിഷ്കരിച്ച് ഇത് ആർക്കും വേണ്ടാത്ത പാഠ്യപദ്ധതിയായി മാറി നമ്മുടെ കുട്ടികൾ നമ്മുടെ പൊതുവിദ്യാലയങ്ങളിൽ നിന്ന് മാറിപ്പോകുന്ന കാഴ്ച നമ്മൾ കണ്ടത്. ലക്ഷക്കണക്കിന് കുട്ടികളെ പോയി. ദളിത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് M. നാരായണസ്വാമി അധ്യക്ഷത വഹിച്ചു. നേരത്തെ KPCC സെക്രട്ടറി C. ചന്ദ്രൻ സമരം ഉദ്ഘാടനം ചെയ്തു. DCC സെക്രട്ടറി V. രാമചന്ദ്രൻ, P. ബാലഗോപാൽ, നീലടി സുധാകരൻ, K. ഉമാശങ്കർ, V. മാധവൻ, C. പ്രേംനവാസ്, M. സരോജിനി, S. കൃഷ്ണകുമാർ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ആളൂർ പെരുമണ്ണിൽ പാതയോരത്ത് കഞ്ചാവ് ചെടികൾ. കുന്നംകുളം റേഞ്ച് എക്സൈസ് സംഘമാണ് കഞ്ചാവ് ചെടികൾ കണ്ടെത്തിയത്. ഇവ ആരോ വളർത്തുന്നതാണെന്ന സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ എക്സൈസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. പാതയോരത്ത് വളർത്തുന്ന നിലയിൽ കണ്ടെത്തിയ കഞ്ചാവ് ചെടികളാണ് കുന്നംകുളം എക്സൈസ് പിടികൂടിയത്. ആളൂർ പെരുമണ്ണിൽ പാതയോരത്താണ് കഞ്ചാവ് ചെടികൾ കണ്ടെത്തിയത്. 12 സെന്റിമീറ്റർ നീളമുള്ള ഒരു കഞ്ചാവ് ചെടിയും 6 സെന്റിമീറ്റർ വീതം നീളമുള്ള മറ്റ് 2 ചെടികളുമാണ് കുന്നംകുളം റേഞ്ച് എക്സൈസ് ഇൻസ്പെക്ടർ ഹരീഷിന്റെ നേതൃത്വത്തിലുള്ള സംഘം കണ്ടെത്തിയത്. കണ്ടെത്തിയ കഞ്ചാവ് ചെടികൾ എക്സൈസ് സംഘം കസ്റ്റഡിയിലെടുത്തു. സംഭവത്തിൽ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചതായി ഉദ്യോഗസ്ഥർ അറിയിച്ചു. അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ AC ജോസഫ്, മോഹൻദാസ്, പ്രിവന്റീവ് ഓഫീസർ സിബി സന്തോഷ്, സിവിൽ എക്സൈസ് ഓഫീസർമാരായ ശ്രീരാഗ്, ഗണേശൻ പിള്ള, ലത്തീഫ് എന്നിവരടങ്ങുന്ന സംഘമാണ് കഞ്ചാവ് ചെടി കണ്ടെത്തിയത്. സംഭവത്തെ തുടർന്ന് മേഖലയിൽ പരിശോധന ശക്തമാക്കി. പിടികൂടിയ കഞ്ചാവ് ചെടികൾ വിത്തുമുളപ്പിച്ച് വളർത്തിയ നിലയിലായിരുന്നുവെന്ന് എക്സൈസ് ഉദ്യോഗസ്ഥർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ഒറ്റപ്പാലം ഏരിയ കമ്മിറ്റി പൊതുവിദ്യാലയ ശുചീകരണ യജ്ഞത്തിന്റെ ഭാഗമായി സർക്കാർ ഭദ്ര വിദ്യാലയവും പരിസരവും ശുചീകരിച്ചു. അസോസിയേഷൻ ജില്ലാ ജോയിന്റ് സെക്രട്ടറി KK ഗൌരി ഉദ്ഘാടനം ചെയ്തു. അസോസിയേഷൻ ജില്ലാ കമ്മിറ്റി അംഗം ശോഭന രാജേന്ദ്രപ്രസാദ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ കമ്മിറ്റി അംഗം K. രത്നമ്മ, നഗരസഭാ ചെയർപേഴ്സൺ K. ജാനകിദേവി, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ T. ലത, സുനീറ മുജീബ്, കൗൺസിലർമാരായ C. ശോഭന, M. മണികണ്ഠൻ, സ്കൂൾ പ്രധാനാധ്യാപിക KO ആൻസിമോൾ എന്നിവർ സംസാരിച്ചു. ശുചീകരണത്തിൽ നിരവധി പ്രവർത്തകർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. പരിസ്ഥിതി ദിനത്തിൽ വിതരണം ചെയ്യുന്നതിനായി 15,000 വൃക്ഷത്തൈകൾ ചാലിശ്ശേരിയിലെ നഴ്സറിയിൽ സജ്ജമായി. പാലക്കാട് സോഷ്യൽ ഫോറസ്ട്രിയുടെ മേൽനോട്ടത്തിലാണ് തൈകൾ പരിപാലിച്ചത്. ജൂൺ 1 മുതൽ നഴ്സറിയിൽ നിന്നും തൈകൾ വിതരണം ചെയ്യുമെന്ന് അധികൃതർ പറഞ്ഞു. ഈ വർഷം പരിസ്ഥിതി ദിനത്തിൽ വിതരണം ചെയ്യാനുള്ള വൃക്ഷത്തൈകൾ തയ്യാറായി. സംസ്ഥാന സർക്കാരിന്റെ ഹരിത കേരളം പദ്ധതിയുടെ ഭാഗമായി 15,000 വൃക്ഷത്തൈകളാണ് ചാലിശ്ശേരി നഴ്സറിയിൽ തയ്യാറാക്കിയത്. പാലക്കാട് സോഷ്യൽ ഫോറസ്ട്രിയുടെ മേൽനോട്ടത്തിലാണ് വൃക്ഷത്തൈകൾ പരിപാലിക്കുന്നതും വിതരണം നടത്തുന്നതും. വിത്തിട്ട് മുളപ്പിച്ചതിന് ശേഷം പുറത്തുനിന്നും മണ്ണ് കൊണ്ടുവന്ന് കവറുകളിലാക്കി തൈ നട്ട് പരിപാലിച്ചാണ് തൈകൾ ഒരുക്കിയത്. വിത്തിടൽ മുതൽ 5 മാസത്തെ പരിപാലനത്തിന് ശേഷമാണ് വിതരണം ചെയ്യുന്നത്. തൈകളുടെ വളർച്ചയും പരിപാലനവും സംരക്ഷണവുമെല്ലാം സോഷ്യൽ ഫോറസ്ട്രി നേരിട്ട് നിരീക്ഷിക്കും. നെല്ലി, പേര, കൂവളം, മഞ്ചാടി, പ്ലാവ്, ചന്ദനം, പ്ലാശ് തുടങ്ങിയ ഇനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. പട്ടാമ്പി താലൂക്കിലെ വിദ്യാലയങ്ങൾ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, ക്ലബ്ബുകൾ, സന്നദ്ധ സംഘടനകൾ എന്നിവയ്ക്കെല്ലാം സൗജന്യമായി തൈകൾ നൽകും. അതേസമയം വ്യക്തികൾക്ക് കുറഞ്ഞ നിരക്കിൽ തൈകൾ നഴ്സറിയിൽ നിന്നും നേരിട്ട് വാങ്ങാനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ടെന്ന് സോഷ്യൽ ഫോറസ്ട്രി അധികൃതർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. 2 ദശാബ്ദം മുമ്പ് വീണ് പരിക്കേറ്റ അയ്യപ്പൻ എന്നയാളുടെ കയ്യിൽ തറച്ചു കയറിയ മരക്കൊമ്പ് വർഷങ്ങൾക്കു ശേഷം ശസ്ത്രക്രിയയിലൂടെ നീക്കിയ അമ്പലപ്പാറ സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിലെ ഡോക്ടർ P. വിനോദിന് ഒറ്റപ്പാലം ബ്ലോക്ക് പഞ്ചായത്തിന്റെ ആദരം. ആശുപത്രിയിൽ നടന്ന ആദരിക്കൽ ചടങ്ങ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രാജേന്ദ്രപ്രസാദ് ഉദ്ഘാടനം ചെയ്തു.
ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എസ് അശ്വതി സ്വാഗതം പറഞ്ഞു. ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എം ബിന്ദു, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി മുഹമ്മദ് കാസിം, ബ്ലോക്ക് മെമ്പർമാരായ പി സ്മിത, എം രാമകൃഷ്ണൻ, വി സുരേഷ് മോഹൻ, മെഡിക്കൽ ഓഫീസർ ഡോക്ടർ എം അനുപമ, ഡോക്ടർ ടി ആർ ധനേഷ്, ജൂനിയർ ഹെൽത്ത് സൂപ്പർവൈസർ രാധാകൃഷ്ണൻ എന്നിവർ പ്രസംഗിച്ചു. ഡോക്ടർ പി വിനോദ് മറുപടി പ്രസംഗം നടത്തി. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. മുള്ളൂർക്കര ഇരുന്നലംകോട് ഭഗവതി ക്ഷേത്രത്തിൽ ദിവസേന നടന്നുവരുന്ന അന്നദാന കർമ്മങ്ങളുടെ 28ാം വാർഷികത്തിന്റെ ഭാഗമായുള്ള മഹാ അന്നദാന ചടങ്ങ് ജൂൺ 1 നടക്കും. അന്നദാന ചടങ്ങ് നടത്തുന്നതിന്റെ ഭാഗമായുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തീകരിച്ചതായി ക്ഷേത്രം സംരക്ഷണ സമിതി ഭാരവാഹികൾ അറിയിച്ചു. ക്ഷേത്രത്തിൽ ദിനംപ്രതി നൽകി വരുന്ന അന്നദാന ചടങ്ങിന്റെ 28ാമത് വാർഷികത്തിന്റെ ഭാഗമായാണ് ജൂൺ 1 ശനിയാഴ്ച മഹാ അന്നദാനം സംഘടിപ്പിക്കുന്നത്. ശനിയാഴ്ച രാവിലെ ക്ഷേത്ര നട തുറക്കലിന് ശേഷം പ്രത്യേക പൂജകളും തുടർന്ന് വെങ്ങാനല്ലൂർ സുരാജൻ പാർട്ടിയുടെ തായമ്പകയും അരങ്ങേറും. ക്ഷേത്രാങ്കണത്തിൽ രാവിലെ 9:30 നടക്കുന്ന അന്നദാന വാർഷിക പരിപാടിയുടെ ഉദ്ഘാടനം ദേവസ്വം പാലിയം ഗ്രൂപ്പ് മാനേജർ വേണുഗോപാൽ പാലിയത്ത് നിർവഹിക്കും. 10 മണിക്ക് മഹാ അന്നദാനത്തിന് തുടക്കമാകുമെന്ന് ക്ഷേത്രം സംരക്ഷണ സമിതി പ്രസിഡന്റ് PS രാഘവൻ, ജനറൽ സെക്രട്ടറി MV ദേവദാസൻ, ട്രഷറർ VK ശിവദാസൻ, മറ്റു ക്ഷേത്ര ഭാരവാഹികൾ തുടങ്ങിയവർ പറഞ്ഞു. അന്നദാനത്തിൻ്റെ 28ാം വാർഷികം സമുചിതമായി ആഘോഷിക്കുകയാണ്. ഇവിടെ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി. ധാരാളം ഭക്തജനങ്ങൾ, അതുപോലെ തന്നെ ജാതിമത ഭേദങ്ങൾക്ക് അതീതമായി എല്ലാവരും പങ്കെടുക്കുന്ന, എല്ലാവരും സഹായിക്കുന്ന അങ്ങനെ ഒരു അമ്പലം. പിന്നെ ജൂൺ 1 എന്ന് പറഞ്ഞാൽ അതിനൊരു പ്രത്യേകത കൂടിയുണ്ട്. കുട്ടികൾക്ക് സ്കൂൾ തുറക്കുന്ന ദിവസമാണ്. ഇവിടെ വരിക, ഭഗവാനെ ഒന്ന് തൊഴുക, ഒരു പിടി പ്രസാദത്തിൽ പങ്കുചേരുക. എന്താണ് അതുകൊണ്ടുള്ള ഗുണമെന്ന് വെച്ചാൽ ജ്ഞാനത്തിൻ്റെ, വിദ്യയുടെ, ബുദ്ധിയുടെയൊക്കെ ആളാണ് ഈ ഭഗവാൻ. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കുളപ്പുള്ളി യൂണിറ്റ് ദ്വൈവാർഷിക ജനറൽ ബോഡി യോഗം നടന്നു. ഏകോപന സമിതി പാലക്കാട് ജില്ലാ ജനറൽ സെക്രട്ടറി KA ഹമീദ് ഉദ്ഘാടനം ചെയ്തു. കുളപ്പുള്ളി ഗസീബോ ഹെറിറ്റേജിൽ നടന്ന ചടങ്ങിൽ യൂണിറ്റ് പ്രസിഡന്റ് CP ജയൻ അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി PP ഉമ്മർ, ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ മുസ്തഫ മുളയൻകാവ്, മുസ്തഫ വല്ലപ്പുഴ, മണ്ഡലം ആക്ടിംഗ് പ്രസിഡന്റ് സുലൈമാൻ അടയ്ക്കാപുത്തൂർ, ശശി ചളവറ, അബ്ദുറഹ്മാൻ, സുധേഷ്, വിനിൽ, രാജീവ് പിള്ളത്ത്, M സതീഷ് എന്നിവർ പ്രസംഗിച്ചു. ഭാരവാഹികളായി CP ജയൻ പ്രസിഡന്റ്, PP ഉമ്മർ ജനറൽ സെക്രട്ടറി, M സതീഷ് ട്രഷറർ, മൊയ്തീൻകുട്ടി മജസ്റ്റിക്, അനിയൻ മേനോൻ വൈസ് പ്രസിഡന്റുമാർ, റഷീദ് അല്ലാമ, ബഷീർ സ്റ്റാർ, അബൂബക്കർ ജോയിന്റ് സെക്രട്ടറിമാർ എന്നിവരെ തെരഞ്ഞെടുത്തു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പാഞ്ഞാൾ പൈങ്കുളം യൂണിറ്റിന്റെ ദ്വൈവാർഷിക പൊതുയോഗവും പുതിയ ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പും കുടുംബസംഗമവും നടന്നു. പരിപാടി വ്യാപാരി വ്യവസായി ഏകോപന സമിതി തൃശൂർ ജില്ലാ സെക്രട്ടറി സെബാസ്റ്റ്യൻ മാഞ്ഞാണി ഉദ്ഘാടനം ചെയ്തു. പരിപാടിയിൽ വെച്ച് ധനസഹായ വിതരണവും SSLC+2 പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെയും സംഘടനയിലെ മുതിർന്ന അംഗങ്ങളെയും ആദരിക്കുന്ന ചടങ്ങും നടന്നു. ചടങ്ങിൽ വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ വൈസ് പ്രസിഡന്റ് TA നാരായണൻകുട്ടി അധ്യക്ഷനായി. യൂണിറ്റ് സെക്രട്ടറി സുബൈർ വാഴാലിപ്പാടം പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. യൂണിറ്റ് ട്രഷറർ KM മുസ്തഫ വരവ് ചിലവ് കണക്ക് അവതരിപ്പിച്ചു. ചേലക്കര നിയോജകമണ്ഡലം കൺവീനർ KM മുഹമ്മദ് മുഖ്യപ്രഭാഷണം നടത്തി. ചേലക്കര നിയോജകമണ്ഡലം വനിതാ വിംഗ് ചെയർപേഴ്സൺ റോസ്മേരി മുഖ്യ അതിഥിയായി. ചടങ്ങിൽ വെച്ച് അജിത് ചികിത്സാ ധനസഹായം വാർഡ് മെമ്പർ സന്ദീപ് കുന്നനാത്ത്, കൺവീനർ വേണുഗോപാലും ചേർന്ന് സ്വീകരിച്ചു. വ്യാപാരി നേതാക്കളായ PM ഹംസ, PM ഷംസുദ്ദീൻ, ഇന്ദിര ശിവദാസൻ, KK ഉണ്ണികൃഷ്ണൻ, TA സത്യൻ, UK നാസർ തുടങ്ങിയവർ സംസാരിച്ചു. വലിയ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുക. ഇന്നൊരു ചെറിയ കച്ചവടക്കാരൻ മരിച്ചാൽ ഭദ്രത്തിൽ 10 ലക്ഷവും ഭദ്രം പ്ലസിന് 5 ലക്ഷവും അടക്കം 15 ലക്ഷം രൂപ. അങ്ങനെയും ബെനവലന്റ് സൊസൈറ്റിയിൽ മെമ്പർമാരായിട്ടുണ്ടെങ്കിൽ 1 ലക്ഷം രൂപ അടക്കം 16 ലക്ഷം രൂപ ആ വീട്ടിലേക്ക് എത്തിച്ചേരുന്ന അവസ്ഥയിലേക്ക് നമ്മുടെ സംഘടന മാറിയിരിക്കുക. യൂണിറ്റ് ജനറൽ സെക്രട്ടറി KP രാജഗോപാലൻ സ്വാഗതവും യൂത്ത് വിംഗ് പ്രസിഡന്റ് TC സുജിത് നന്ദിയും പറഞ്ഞു. യോഗത്തിൽ പുതിയ ഭാരവാഹികളെയും തിരഞ്ഞെടുത്തു. പ്രസിഡന്റായി KP രാജഗോപാലിനെയും സെക്രട്ടറിയായി സുബൈർ വാഴാലിപ്പാടത്തിനെയും ട്രഷററായി KM മുസ്തഫയെയും തിരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി.
മണ്ണൂർ ഗ്രാമപഞ്ചായത്തിലെ 4-ാം വാർഡിൽ പഠനോപകരണ വിതരണവും അനുമോദന സദസ്സും സംഘടിപ്പിച്ചു. 4-ാം വാർഡ് മെമ്പർ ഷഫീന നജീബിന്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്ന കെയർ പദ്ധതിയും മുണ്ടഞ്ചേരി വീട്ടിൽ പ്രവാസി സലീമും സംയുക്തമായാണ് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തത്. പ്രയാസങ്ങൾ കണ്ടുകൊണ്ട് ആ കുട്ടികളെ സഹായിക്കുക എന്നതാണ് ഇവിടെ ഏറ്റെടുത്തുള്ള ഈ ചടങ്ങിന്റെ ഭാഗമായി ഏറ്റെടുത്തുള്ളത്. വളരെയധികം സന്തോഷമുള്ള കാര്യമുണ്ട്. തുടർന്നും അല്ലെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് എന്തെങ്കിലും ഒരു കുറവുണ്ടെങ്കിൽ അത് അഡ്രസ് ചെയ്യാൻ അല്ലെങ്കിൽ അത് പരിഹരിക്കാൻ വേണ്ട ഇടപെടൽ നടത്താൻ പറ്റുന്ന അല്ലെ ഈ പൊതു രംഗത്ത് പ്രവർത്തിക്കുന്ന ധാരാളം ആളുകളുണ്ട്. ചടങ്ങിൽ MBBS പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ നടുച്ചാള വീട്ടിൽ ഹഷ്രീൻ ഹംസയെയും ശതാഭിഷേകം ജീവകാരുണ്യ പ്രവർത്തനങ്ങളായി ആഘോഷിക്കുന്ന രാഗരത്നം മണ്ണൂർ രാജകുമാരനുണ്ണി മാസ്റ്ററെയും ആദരിച്ചു. പരിപാടിയിൽ വാർഡ് മെമ്പർ ഷഫീന നജീബ് അധ്യക്ഷയായി. രാജകുമാരനുണ്ണി മാസ്റ്റർ പഠനോപകരണങ്ങളുടെ വിതരണം നടത്തി. 4-ാം വാർഡിൽ നിന്ന് SSLC+2 പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെയും അനുമോദിച്ചു. K ശങ്കരനാരായണൻ, P പ്രമോദ്, NS ഹംസ, P പത്മലത, ഷൈനി കണ്ണൻ, K ശ്രീദേവി, R സ്വപ്ന, സബിത തുടങ്ങിയവർ സംസാരിച്ചു. SJN നജീബ് സ്വാഗതം പറഞ്ഞ പരിപാടിയിൽ P പ്രമോദ് നന്ദി അറിയിച്ചു. 96ഓളം വീടുകളിലാണ് പഠനോപകരണങ്ങൾ എത്തിച്ചു നൽകിയത്. ചടങ്ങിൽ വെച്ച് ഡോക്ടർ ഷഹറിനെ മണ്ണൂർ രാജകുമാരനുണ്ണിയും വാർഡ് അംഗവും ചേർന്ന് ആദരിച്ചു. ന്യൂസ് ബ്യൂറോ, പത്രിപ്പാല. ഒറ്റപ്പാലം അരിയൂർ തെക്കുമുറി വായനശാലയുടെ നേതൃത്വത്തിൽ ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിക്ക് മുന്നിൽ നടത്തിയ വേനൽക്കാല സംഭാര വിതരണം സമാപിച്ചു. കൊടും വേനൽ ദിനങ്ങളിൽ ഉൾപ്പെടെ 50 ദിവസമാണ് വായനശാല പ്രവർത്തകർ ശീതളപാനീയ വിതരണം നടത്തിയത്. സംഭാരത്തിനു പുറമെ തണുപ്പിച്ച നാരങ്ങവെള്ളം, തണ്ണിമത്തൻ എന്നിവയും പ്രത്യേകം സജ്ജീകരിച്ച പന്തലിൽ വിതരണം ചെയ്തിരുന്നു. 50 ദിവസങ്ങളിൽ ശീതളപാനീയ വിതരണം നടന്നു. 44,500 പേർ ശീതളപാനീയം കുടിക്കാനെത്തി. ശീതളപാനീയ വിതരണത്തിനായി 1,30,000 രൂപയാണ് ചിലവഴിച്ചത്. 39 പേരാണ് ഇതിലേക്ക് സംഭാവന നൽകിയത്. കൊടും വേനലിൽ ആശുപത്രിയിലെത്തിയവർക്കും പൊതുജനങ്ങൾക്കും വലിയ ആശ്വാസമായിരുന്നു വായനശാലയുടെ തണ്ണീർ പന്തൽ. താലൂക്ക് ലൈബ്രറി സെക്രട്ടറി C വിജയൻ സമാപനം ഉദ്ഘാടനം ചെയ്തു. ജനങ്ങളുടെ ജീവൽ പ്രധാനമായ കാര്യങ്ങളിൽ കൊണ്ട് ഇടപെടുന്ന ഏറ്റവും കൂടുതൽ പരമ്പരയുണ്ടായ വേനലുണ്ടായ ഒരു കാലഘട്ടമാണ് ഈ വർഷമെന്ന് പറയുന്നത്. ഏറ്റവും രൂക്ഷമായ വരണ്ട, ഏറ്റവും രൂക്ഷമായ വെയിൽ, ഇതിനെയൊക്കെ അതിജീവിച്ച അതിൻ്റെ എല്ലാം ചിത്രത്തിന് നേതൃത്വം കൊടുത്ത ഒരു വായനശാല കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഇതിൻ്റെ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നത് തീർച്ചയായും അഭിനന്ദനാർഹമായ. വായനശാല പ്രസിഡന്റ് K കരുണാകരൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി TP പ്രദീപ് കുമാർ, കൗൺസിലർ P കല്യാണി, ഭരണസമിതി അംഗങ്ങളായ MC രാമചന്ദ്രമേനോൻ, ഫ്രാൻസി പോൾ, S ശോഭന, P ലത, മുസ്തഫ ഹാജി, P അഭിനവ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. മങ്കര കണ്ണമ്പരിയാരം ഞാറക്കോട് ഭഗവതി ക്ഷേത്രത്തിലെ ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിന്റെ ഭാഗമായി രുക്മിണി സ്വയംവര ഘോഷയാത്ര നടന്നു. ജൂൺ 1-നാണ് ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന മഹോത്സവം നടക്കുന്നത്. ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന മഹോത്സവത്തിന്റെ ഭാഗമായാണ് ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞം നടക്കുന്നത്. യജ്ഞാചാര്യൻ പുതിയിലം ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിൽ വിശേഷാൽ പൂജകൾ, ആചാര്യവരണം, ഭാഗവത പ്രഭാഷണം എന്നിവയും നടന്നുവരുന്നു. എപ്പോഴും കൃഷ്ണൻ ഇവിടെ ഉണ്ടാക്കി വെച്ചതായ ആ ഒരു സ്മരണകൾ കൊണ്ടാണ് യശോദ വർണ്യമാനാനി പുത്രസ്യ ചരിതാനി ച ശൃണ്വന്ത്യശ്രൂണ്യവാസ്രാക്ഷിയോധര. ക്ഷേത്രം പ്രസിഡന്റ് P രാജൻ, മാനേജർ CK കൃഷ്ണദാസ്, K രാധാകൃഷ്ണൻ, M ചന്ദ്രൻ, K കണ്ണമണി, PN വത്സകുമാർ, VK മുകുന്ദൻ തുടങ്ങിയവരാണ് പരിപാടികൾക്ക് നേതൃത്വം നൽകി വരുന്നത്. യജ്ഞനാളുകളിൽ വൈകിട്ട് വിവിധ കലാപരിപാടികളും നടന്നുവരുന്നു. ബുധനാഴ്ച വൈകുന്നേരം നടന്ന രുക്മിണി സ്വയംവര ഘോഷയാത്രയിൽ നിരവധി ഭക്തരാണ് പങ്കാളികളായത്. വ്യാഴാഴ്ച വൈകിട്ട് സർവൈശ്വര്യ പൂജയും രാത്രി വിദ്യാഗോപാലർച്ചനയും നടക്കും. ജൂൺ 1-ന് നടക്കുന്ന പ്രതിഷ്ഠാ ദിനാഘോഷത്തിന്റെ ഭാഗമായി വിശേഷാൽ പൂജകൾ, അന്നദാനം എന്നിവയും നടക്കും. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. പ്രധാന വാർത്തകൾ വീണ്ടും. ബാർക്കോഴ വിവാദത്തിൽ ആരോപണ വിധേയരായ മന്ത്രിമാരുടെ രാജി ആവശ്യപ്പെട്ട് പാലക്കാട് കളക്ടറേറ്റിലേക്ക് യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ചിൽ സംഘർഷം. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. സമരത്തിനിടെ വനിതാ പ്രവർത്തകയെ പുരുഷ പോലീസ് അസഭ്യം പറഞ്ഞതായി പരാതി.
പോലീസ് സേനയ്ക്ക് അപമാനമായവർക്കെതിരെ നടപടിയുണ്ടായില്ലെങ്കിൽ കോടതിയെ സമീപിക്കുമെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ. പകർച്ചവ്യാധികൾ പടരുന്ന ഓങ്ങല്ലൂരിൽ അതീവ ജാഗ്രതയോടെ ആരോഗ്യവകുപ്പ്. ജില്ലാ മെഡിക്കൽ ഓഫീസറുടെ നേതൃത്വത്തിൽ പഞ്ചായത്തിൽ പ്രത്യേക യോഗം ചേർന്നു. സ്ക്രാപ്പ് ഉൾപ്പെടെ മാലിന്യ സംസ്കരണം ശാസ്ത്രീയമായി നടപ്പാക്കാൻ ഡിഎംഒയുടെ നിർദ്ദേശം. ഡെങ്കിപ്പനി പടരാതിരിക്കാൻ കൊതുക് നശീകരണം കാര്യക്ഷമമാക്കും. തൃശൂർ പടിഞ്ഞാറേക്കോട്ടയിലെ പ്രോട്ടീൻ മാളിൽ പോലീസിന്റെയും ഡ്രഗ്സ് കൺട്രോൾ വിഭാഗത്തിന്റെയും സംയുക്ത റെയ്ഡ്. രക്തസമ്മർദ്ദം വർദ്ധിപ്പിക്കാനുള്ള മരുന്ന് ലൈസൻസ് ഇല്ലാതെ വിൽപ്പന നടത്തിയതായി കണ്ടെത്തി. പിടികൂടിയത് മെഫെൻഡ്രാമിൻ സൾഫേറ്റ് ഇഞ്ചക്ഷൻ. പരിശോധന സിറ്റി പോലീസ് കമ്മീഷണറുടെ നിർദ്ദേശപ്രകാരം. രാജ്യത്തിന്റെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ വിദ്യാർത്ഥികൾക്ക് വലിയ പങ്ക് വഹിക്കാനുണ്ടെന്ന് നിയമസഭാ ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ. വിദ്യാർത്ഥികൾക്ക് പ്രോത്സാഹനം നൽകേണ്ടത് സമൂഹത്തിന്റെ കടമ. മണ്ണൂരിൽ AIYF, AISF പഞ്ചായത്ത് കമ്മിറ്റികളുടെ അനുമോദന സദസ്സ്. പൊതുവിദ്യാഭ്യാസ മേഖല രാഷ്ട്രീയവൽക്കരിക്കുന്ന സർക്കാർ നടപടി ദുരന്തമാകുമെന്ന് KPCC സെക്രട്ടറി P. ഹരിഗോവിന്ദൻ. പൊതുവിദ്യാഭ്യാസ മേഖല കരുത്താർജിച്ചത് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത്. DPEP ഉൾപ്പെടെയുള്ള പരിഷ്കാരങ്ങളിലൂടെ ഇടതുപക്ഷം തകർത്ത പൊതുവിദ്യാഭ്യാസ മേഖലയ്ക്ക് അന്ന് പൊതുജീവൻ നൽകിയെന്നും P. ഹരിഗോവിന്ദൻ. താൽക്കാലിക അധ്യാപക നിയമന അട്ടിമറി ആരോപിച്ച് പാലക്കാട്ട് ദളിത് കോൺഗ്രസ് ധർണ. മതസ്പർദ്ധ സൃഷ്ടിക്കുന്ന സന്ദേശം സമൂഹമാധ്യമത്തിൽ പങ്കുവച്ച BJP നേതാവ് കുന്നംകുളത്ത് അറസ്റ്റിൽ. അറസ്റ്റിലായത് BJP കാട്ടക്കാമ്പൽ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ബൈജു. ആളൂർ പെരുമണ്ണിൽ പാതയോരത്ത് കണ്ടെത്തിയ കഞ്ചാവ് ചെടികൾ എക്സൈസ് അധികൃതർ കസ്റ്റഡിയിലെടുത്തു. ചെടികൾ വിത്ത് മുളപ്പിച്ച് വളർത്തിയതാണെന്ന് സംശയിക്കുന്നതായി എക്സൈസ്. കാലവർഷം നേരത്തെ എത്തുമെന്ന കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം ശരിവെച്ച് പരക്കെ മഴ. തെക്കുപടിഞ്ഞാറൻ കാലവർഷം ശക്തമാകുമെന്ന മുന്നറിയിപ്പ്. ജൂൺ 2 വരെ കനത്ത മഴയെന്ന കാലാവസ്ഥാ വിദഗ്ധർ. മഴ നേരത്തെ എത്തിയത് കാർഷിക മേഖലയുടെ ചലനം വേഗത്തിലാക്കും. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.